ADGP MR അജിത് കുമാറിനെ ചൊല്ലി കോൺഗ്രസിൽ ആഭ്യന്തര കലാപം ഉണ്ടായിരിക്കുകയാണ്. MR അജിത് കുമാറിന് എതിരായിട്ടുള്ള നടപടി വൈകുന്നതിനെ തുടർന്ന് KC പക്ഷം അതിശക്തമായിട്ട് ചെന്നിത്തലയ്ക്കെതിരെ രംഗത്ത്. ഇന്നലെ AD തോമസ് MLA തന്നെ രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. അതിശക്തമായ വിമർശനമാണ് MR അജിത് കുമാറിനെതിരെ AD തോമസ് നടത്തിയിട്ടുള്ളത്. അതുപോലെ ജിൻഡോ ജോൺ, ഡോക്ടർ ജിൻഡോ ജോൺ, ജിൻഡോ വളരെ വിശദമായിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച്. കാരണം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന ഒരു നാടകമാണ് ഇവിടെ നടന്നുകൊണ്ട്. ഇന്നലെയും രമേശ് ചെന്നിത്തലയോട് മാധ്യമപ്രവർത്തകർ അദ്ദേഹം എന്തോ ഒരു ആംഗ്യം കാണിച്ചിട്ട് ഓടി രക്ഷപ്പെടുന്നവരാണ് നമ്മൾ കാണുന്നത്. അതെ, അദ്ദേഹത്തിന് എന്ത് മറച്ചു വയ്ക്കാനില്ലെങ്കിൽ അദ്ദേഹം അത് കൃത്യമായിട്ട് കാര്യം പറയണം. ഇത് നമുക്ക് എല്ലാ സാധാരണ ജനങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥർ എല്ലാവരെയും ആശയക്കുഴപ്പത്തിലും സംശയത്തിലും നിർത്തുന്ന നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. പ്രത്യേകിച്ച് DGP ഇത്രയും ദിവസം 21 ദിവസമായി അയാളുടെ കയ്യിൽ ഈ ഇത് കിട്ടി, റിപ്പോർട്ട് കിട്ടി. ഇപ്പോഴാണ് റിപ്പോർട്ടിൽ ചില സംശയങ്ങളാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ എന്താണ് ഇവർ പറയുന്നതെന്ന് ചോദിച്ചാൽ ADGPക്കെതിരെ പരാമർശം ഇല്ല എന്നാണ്. പക്ഷേ ഈ രണ്ട് ഉദ്യോഗസ്ഥർ കൊടുത്ത മൊഴിയും അതുപോലെ തന്നെ ഈ ആലപ്പുഴ ക്രൈംബ്രാഞ്ച് DYSP കൊടുത്ത മൊഴിയും എല്ലാം അതിനകത്ത് പറയുന്നത് ADGP പറഞ്ഞിട്ടാണ് ചെയ്തത് എന്നാണ്. ഇപ്പോൾ എന്താണ് സംഭവം? ADGP ഓഫീസിലെ 2 SIമാർ, ഒരു ശ്രീകാന്ത് ഗിരീഷും ഗ്രേഡ് SIമാർ, ഇവരാണ് ഈ പറയുന്ന ആലപ്പുഴയിൽ നിന്നും അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള ക്രൈംബ്രാഞ്ച് DYSPയെ വിളിച്ചു വരുത്തുന്നത്. ഈ വിളിച്ചു വരുത്തിയതിന് ശേഷം അയാളെ കൊണ്ട് മൊഴി മാറ്റി എഴുതിക്കുന്നു, കേസ് ഡയറി തിരുത്തിക്കുന്നു. ഇത്രയും തിരുത്തിച്ചിരിക്കുന്ന ADGP ഓഫീസിലെ 2 ഉദ്യോഗസ്ഥരാണ്. ഈ സമയം ADGP വയനാട്ടിലായിരുന്നു പോലും. അപ്പോൾ എങ്ങനെ അദ്ദേഹത്തിന് തിരുത്തിക്കാൻ പറ്റും? അതാണ് ഇപ്പോൾ ഇവർ പറയുന്ന സാങ്കേതികത. ഇത് കോടതിയിൽ പോയാൽ ഇത് നിലനിൽക്കുമോ എന്നൊരു സംശയമാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. എന്തൊരു ബാലിശമായിട്ടുള്ള വിശദീകരണങ്ങളാണെന്നൊന്ന് ആലോചിച്ചു. ഇയാളെ രക്ഷിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിലെ വലിയൊരു ഭാഗം നേതാക്കന്മാർ ഇപ്പോൾ രംഗത്തെത്തിയെന്നാണ് പറയുന്നത്. നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ എന്തെങ്കിലും സാധനം ഇയാളെ കാണും. അതെ, ഇത് ഈ ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് വളരെ ബാലിശമായ ഒരു ആർഗ്യുമെൻ്റാണ്. കാരണം ഇദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. 2 ഗ്രേഡ് SIമാർ, അതായത് ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഓഫീസിലിരിക്കുന്ന 2 ഗ്രേഡ് SIമാർ, അവരെക്കാൾ റാങ്കിൽ ഒരുപാട് മുതിർന്നിട്ടുള്ള ഒരു DYSPയെ നേരിട്ട് വിളിച്ചു വരുത്തുന്നു. മര്യാദയ്ക്ക് കേസ് ഡയറി മാറ്റി എഴുതിക്കൊള്ളാൻ പറയുന്നു. അവിടുത്തെ റൈറ്റർ ബോധം കെട്ട് വീഴുന്നു. ഈ റൈറ്ററെ വിളിക്കുന്നു, ഇവരെ എല്ലാം വരുട്ടുന്നു, അവിടെ താമസിപ്പിച്ച് കേസ് ഡയറി മാറ്റി എഴുതിപ്പിക്കുന്നു. എന്നിട്ട് ഇത് കോടതിയിൽ റഫറൽ റിപ്പോർട്ട് കൊടുത്തു ഉറപ്പാക്കി വിടുന്നു. ആർക്കാ ഇത്ര നിർബന്ധം? അവർക്കാണോ നിർബന്ധം? അതെ, ഈ പറയുന്ന 2 ഗ്രേഡ് SIമാർക്കാണോ നിർബന്ധം? ഇത് ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGPയുടെ ഓഫീസിൽ ADGP ഇല്ലാത്ത ദിവസം ഇവർ രണ്ടുപേരും ആണോ ചാർജ്? തൂഫാനിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവർ രണ്ടുപേരും അല്ലല്ലോ ചാർജ്. ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP ഓഫീസിൽ ഇല്ലാത്തപ്പോൾ ആ 2 ഗ്രേഡ് SIമാർക്ക് ചാർജ് കൊടുത്തിരിക്കുകയല്ല. അതിന്റെ ചുമതലയും അതിന്റെ ഉത്തരവാദിത്വവും ഈ പറയുന്ന ADGPക്കാണ്. അയാൾ വയനാട്ടിലായിരുന്നു, അല്ലെങ്കിൽ അയാൾ പ്രധാനമന്ത്രിയുടെ ഒപ്പമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യം. ഇയാൾ അവിടെ നിന്നുകൊണ്ട് ഫോണിൽ വിളിച്ച് ഈ ഉദ്യോഗസ്ഥരെ വിരട്ടി എന്നാണ് ഈ ഉദ്യോഗസ്ഥരെ. മാത്രമല്ല സ്വന്തം ഫോണിൽ നിന്നായിരിക്കില്ല, വേറെ ആരെങ്കിലും ഇപ്പൊ ഈ പറയുന്ന ആലപ്പുഴയിലെ ക്രൈംബ്രാഞ്ച് DYSP, അദ്ദേഹത്തിന്റെ റൈറ്റർ, അവിടുത്തെ പോലീസുകാര്, അതുപോലെ ഈ ഗ്രേഡ് SIമാർ 2 പേര് ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ, ഇവരുടെ എല്ലാം മൊഴി ADGP MR അജിത് കുമാറിനെതിരാണ്. അപ്പോൾ ഇതിനകത്ത് ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് 21 ദിവസമായി. ഈ 21 ദിവസമായിട്ട് ഇവർ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ റിപ്പോർട്ട് ഇദ്ദേഹം കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളുടെയും സ്വന്തം നേതാക്കളുടെയും എതിർപ്പ് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഉടനെ അതെടുത്തിട്ട് ഇതിന് വ്യക്തത പോരാ, റിപ്പോർട്ട് മടക്കുന്നു എന്ന് പറഞ്ഞു. എങ്ങോട്ട് മടക്കാൻ? SIT നിലവിൽ ഇല്ലാത്ത SITക്ക് തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ആ ഒരു ഇതിനെ ചൊല്ലിയാണ് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ കലാപം ഉണ്ടാകുന്നത്. ആദ്യമൊക്കെ AD തോമസും അജയ് ജുവലും ഒക്കെ മിണ്ടാതിരുന്നെങ്കിലും അവരൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നു. ഇന്നലെ AD തോമസ് രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. ഇയാൾ ക്രിമിനൽ പോലീസുകാരനാണ്, ഇയാൾ ക്രിമിനലാണ്, ഇയാൾക്കെതിരെ നടപടി എടുത്തേ തീരൂ എന്ന് പറയുന്നു. ഇപ്പം വേറൊരു വിഭാഗം രംഗത്ത് വന്നിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ തോമസ് MLA സ്ഥാനം രാജിവെക്കണമെന്നാണ്. അതാണ് ചെയ്യേണ്ടത്. AD തോമസ് MLA സ്ഥാനം രാജിവെച്ച് പ്രതിഷേധിക്കുകയാണ് വേണ്ടത്. ആ MLA സ്ഥാനം രാജിവെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഇത് ഇങ്ങനെ ഒരു ഒതുക്കൽ ഒരു കാരണവശാലും പാടില്ല. ജിൻഡോ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? ജിൻഡോ എഴുതിയിരിക്കുന്നത് എന്തൊക്കെ അട്ടിമറിയാണ് ഇയാൾ നടത്തിയിട്ടുള്ളതെന്നാണ്. പിണറായി വിജയന് വേണ്ടി ഇയാൾ എടുക്കാത്ത കള്ളക്കേസുകളില്ല, ഇയാൾ ഒപ്പിക്കാത്ത പണിയില്ല. ഇയാൾ സ്വപ്ന സുരേഷിനെ ബന്ധപ്പെടാൻ വേണ്ടി ഒരു മാധ്യമപ്രവർത്തകൻ എന്ന ഒരാൾ ഇടനിലക്കാരനെ അയച്ച് ഇയാൾ ഡയറക്റ്റ് ഓപ്പറേഷൻ, അതിനുശേഷം ഇയാൾ മാമി തിരോധാനം,
ഒരുപാട് കേസുകൾ ഇയാളുടെ കാലത്തുള്ളത് അക്കമിട്ട് നിരത്തി. അൻവർ പറഞ്ഞതിനോട് കാര്യങ്ങളുണ്ടല്ലോ. അൻവർ ഇപ്പം ഭരണകക്ഷിയാണല്ലോ. അതെ, അൻവർ ഇയാൾക്കെതിരെ എത്രയോ ആരോപണം ഈ ജിൻഡോ ജോണിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. അപ്പോൾ ആദ്യം നമുക്കറിയാം ഈ രമേശ് ചെന്നിത്തലയുടെ ഉരുണ്ടുകളി എന്ന് പറയുന്നത്, ആദ്യം ഇദ്ദേഹം വലിയ ചൂടിലാണ്. വി ഡി സതീശൻ ഇക്കാര്യം മിണ്ടുന്നതേ ഇല്ല. അതും നമ്മൾ പറയണം. മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ച് മിണ്ടുന്നതേ ഇല്ല. ഈ രമേശ് ചെന്നിത്തല എന്താണ് പറയുന്നത്? രമേശ് ചെന്നിത്തല ഉരുണ്ട് കളിച്ച് പോവുകയാണ്. ഇത് എനിക്ക് റിപ്പോർട്ട് ചോദിച്ച് മേടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞുകൊണ്ട് വെക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് നോക്കാൻ സൗകര്യമില്ലെന്ന് തന്നെയാണ്. അല്ല, ഈ റിപ്പോർട്ട് ADGP പൂഴ്ത്തി വെച്ചിരിക്കുകയാണെന്നാണ്. ADGP പൂഴ്ത്തിയാണ്, സത്യമാണ്. DGP എന്തിനാണ് പൂഴ്ത്തിയിരിക്കുന്നത്? DGP പൂഴ്ത്തിയിരിക്കുന്നത് ഈ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടാണ്. അല്ല, ഒരു കാര്യം ചെയ്യണം. ഇനി കേരളത്തിന് ഈ തൂഫാൻ പോലെയുള്ള മയക്കുമരുന്ന് വിരുദ്ധ വകുപ്പിന്റെ മന്ത്രിയായിട്ട് രമേശ് ചെന്നിത്തല മാറ്റിയിട്ട് ആഭ്യന്തര വകുപ്പിന് വേറെ എല്ലാവരും വയ്ക്കണം, ആമ്പിള്ളാരെ കൊടുക്കണം. അതായത് തൂഫാനും കൊണ്ട് നടക്കുകയാണ്. തൂഫാൻ കൊണ്ട് നടക്കുന്നതിന് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ ഒന്നടങ്ക്, കേരളം ഒന്നടങ്ക് ഒറ്റയാൾ പോലും ADGPക്ക് വേണ്ടി വാദിക്കുന്നില്ല. ഇല്ല. ഈ കേരളത്തിലുള്ള ആബാലവൃദ്ധം ആൾക്കാർ ഇയാൾക്കെതിരെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ രമേശ് ചെന്നിത്തലയ്ക്കും ഈ ADGPക്കും എതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ വളരെ ശക്തമായ ജനരോഷമാണ്. വേറെ ഒരു കാര്യം, ഇപ്പോൾ വിഴിഞ്ഞോ അതും ഇതും ഒക്കെ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ ആർക്കും അതൊരു പ്രശ്നമല്ല. എന്തിന് ഇതിനകത്ത് ഈ പറയുന്ന CPMകാർ വരെ ഇയാൾക്കെതിരെ നേതാക്കന്മാർ പരസ്യ രംഗത്ത് വരാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മറ്റുള്ളവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതെ, ഇത്രയൊക്കെ ആയിട്ടും ചെന്നിത്തല ഒരു അക്ഷരവും മിണ്ടുന്നില്ല. അദ്ദേഹം എനിക്കൊന്നും അറിയാത്ത രീതിയിൽ കളിക്കുകയാണ്. ഇതൊന്നും ഇന്നത്തെ കാലത്ത് വിലപ്പോവില്ല, പണ്ടൊക്കെ നടക്കുമായിരുന്നു. അതെ അതെ, കാലം മാറി. അത് കാലം മാറിയതുകൊണ്ട് പിണറായി ചവിട്ടിയെടുത്ത ആൾ വെളി കളഞ്ഞത്. അതെ, ആ കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ എന്തായാലും അജിത് കുമാർ വളരെ ക്രൂക്കഡായൊരു പോലീസ് ഓഫീസറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരെയൊക്കെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തക്കവണ്ണം ശക്തമായ തെളിവുകൾ ഒരു പക്ഷേ അയാളുടെ ഉണ്ടായിരിക്കാം. അത് വെച്ചിട്ട് ഇയാൾ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി. ആണെങ്കിൽ അയാൾ അതിന്റെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ടല്ലോ, നേതാക്കന്മാരെ ബ്ലാക്ക് മെയിൽ ശ്രമിക്കുകയാണെങ്കിൽ. ഇപ്പം ഇതിനകത്ത് ഇവർ നിരത്തുന്ന കാര്യങ്ങൾ, ന്യായവാദങ്ങളിൽ നമുക്കൊരു അല്പമെങ്കിലും എന്താ പറയുന്നത്, ഒരു വിശ്വസനീയമായ രീതിയിൽ ഒരു ന്യായവാദം നിരത്തണം. അജിത് കുമാറിനെ ഇതുമായിട്ട് ബന്ധിപ്പിക്കാൻ തക്ക തെളിവിൽ കോടതിയിൽ ചെല്ലുമ്പോൾ തിരിച്ചടിയാകുമോ എന്ന ഭയം അയാളെ സസ്പെൻഡ് ചെയ്യും. എപ്പോഴാണ് വരുന്നത് ചിന്ത? അത് ഇവിടെ എല്ലാ ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ് അവർ കോടതിയിൽ പോയാൽ തിരിച്ചടിയാകുമോ എന്ന ഭയം എന്ന് പറഞ്ഞ ആരെയും, ഇപ്പം പിന്നെ മാമ്പഴം മോഷ്ടിച്ച പോലീസുകാർ CCTV ദൃശ്യമുണ്ട്. ഉടനെ അയാളോട് ചോദിക്കുകയാണ്, നിങ്ങൾ മാമ്പഴമാണോ മോഷ്ടിച്ചത് അതോ മാങ്ങേണ്ടിയാണോ മോഷ്ടിച്ചത്? നിങ്ങളത് മോഷ്ടിക്കുകയായിരുന്നോ അതോ അദ്ദേഹം നിങ്ങൾക്ക് തന്നിരുന്നതിൽ ഇങ്ങനൊരു വിശദീകരണം ആരെങ്കിലും ചോദിച്ചു? ആരും ചോദിച്ചിട്ടില്ലല്ലോ. അന്നേരം അയാളെ സസ്പെൻഡ് ചെയ്തു. സീനിയർ IPS കാരനായ P. വിജയനെ പോലും ഒരു ചോദ്യമില്ലാതെ സസ്പെൻഡ് ചെയ്ത്. ഇപ്പം അജിത് കുമാറിന് മാത്രം എന്താണ് ഇവിടെ ഒരു പ്രിവിലേജ്? ആ പ്രിവിലേജിന് പിന്നിൽ ആരൊക്കെയാണ്? പക്ഷേ KC വേണുഗോപാലാണ് ആദ്യം ഇതിനെതിരെ രംഗത്ത് വന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ അനുയായിയുടെയാണ് തല പൊട്ടി. തോമസ് ചെയ്യേണ്ടത് രാജിക്കത്ത് കൊണ്ട് കൊടുക്കണം ആദ്യം പാർട്ടിക്ക്, സ്പീക്കർക്കല്ല. പാർട്ടി ഞാൻ രാജിവെക്കണം, പത്രസമ്മേളനത്തിൽ ഞാൻ രാജിവെക്കണം പറയണം. ഈ കാര്യത്തിൽ ആ ഒരു നിലപാട് തോമസ് സ്വീകരിക്കാനുള്ള ആർജവും തൻ്റെയോടും കാണിക്കണം. ചെറുപ്പക്കാരനാണ്, ഇനി ഒരുപാട് ഭാവിയുള്ളതാണ്. അതിനെ ചെയ്യണം. ഈ ജുവല് ചെയ്യേണ്ടത് സിൻഡിക്കേറ്റ് പ്രസിഡന്റ് രാജിവെക്കണം. ഞങ്ങൾക്കിത് വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങളെ തലയടിച്ച് പൊട്ടിച്ചതിന് പ്രതിഫലമായിട്ടാണ് 2 സ്ഥാനം തന്നെങ്കിൽ അവർ തയ്യാറായി, പ്രായോഗികമായിട്ട് തയ്യാറായി. എന്തായാലും 5 വർഷത്തേക്ക് ജനങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല നിങ്ങളെ. പക്ഷെ 5 വർഷം കഴിയുമ്പോൾ അന്ന് പിണറായി കാണില്ല. ഈ പറയുന്ന രമേശ് ചെന്നിത്തല അടക്കം പടപടപടയെന്ന് പൊട്ടുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. കാരണം ജനം പണ്ടത്തേതുപോലെ അല്ല എന്ന് ഇനിയെങ്കിലും നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ മനസ്സിലാക്കുക. ജനത്തിനെ കയ്യിലെടുക്കാനുള്ള വിദ്യകൾ അറിഞ്ഞിരിക്കുക. ജനത്തിനെ മാത്രമല്ല, സ്വന്തം അണികളെ കൂടെ നിർത്താനുള്ള അതില്ല. അണികളെ കുറിച്ച് ഇവർക്ക് ചിന്തയില്ല. അണികളെ നമ്മൾ ചവിട്ടിക്കയറാൻ വേണ്ടിയുള്ള ഒരു മാർഗ്ഗമാണ് മാത്രമേ അവർ കണക്കാക്കുള്ളൂ. കസേര കയറി കഴിഞ്ഞാൽ പിന്നെ ഈ അണിയെന്ന് പറഞ്ഞ പാടുപെട്ടവൻ അധകൃതനാണ്, അവൻ പുറത്താണ്. പിന്നെ അതന്നെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. എങ്ങനെയെങ്കിലും ജൂലൈ 31 വരെ നീട്ടി തട്ടിമുട്ടി കൊണ്ടുപോയി അജിത്തിനെ രക്ഷിച്ച് DGP ആക്കിയതിന് ശേഷം അയാൾക്ക് ഒരു ഷോക്കോസോ വല്ലതും കൊടുത്ത് അയാളെ ഒരു സ്ഥലത്തോട്ട് വല്ലതും മാറ്റുകയോ എന്തെങ്കിലും ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് മാത്രമായിട്ട് ഇത് ചുരുങ്ങാൻ പോവുകയാണ്. യാതൊരു സംശയവും. എനിക്ക് തോന്നുന്നു ഇയാളുടെ ലോ ആൻഡ് ഓർഡർ DGP ആവുന്നു. അതിനുള്ള സംശയമൊന്നും വേണ്ട. അതിനെല്ലാ ആവശ്യമായ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടുത്തെ പാർട്ടി ചെയ്യുന്നുണ്ട്. ഈ രമേശ് ചെന്നിത്തല നേതൃത്വത്തിലുള്ള അതിനുള്ള നീക്കം നടക്കുന്നുണ്ട്. വളരെ രഹസ്യമായിട്ടുള്ള അട്ടിമറിയാണ് നടക്കുന്നത്. ഈ അട്ടിമറി അനുവദിക്കാൻ പാടില്ല. KC വേണുഗോപാലും ജിൻഡോ ജോണും AD തോമസും ഒക്കെ പറഞ്ഞതുപോലെ എന്താണെങ്കിലും ഈ സർക്കാരിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. ഇത് അവർക്ക് തൂഫാൻ മാത്രമല്ല ഈ രാജ്യത്തിന് വേണ്ടത്, ഇതുപോലെയുള്ള കാര്യങ്ങളും വേണ്ടതാണെന്ന് ആഭ്യന്തരമന്ത്രി ഓർത്താൽ നല്ലതായിരിക്കും.